അപ്പൊ പോരാട്ടം അങ്കത്തട്ടി മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും സൗഹൃദപരമായ മത്സരമല്ല, അന്യോന്യം വ്യക്തിപരമായ ഒന്നും പറയാതെ കണ്ടാൽ കെട്ടിപ്പിടിക്കുന്ന, പലപ്പോഴും എനിക്ക് തോന്നുന്ന ഈ പൊങ്കാല സമയത്തൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് പോലും ഒരു വിഷമമില്ല. അവർ അന്യോന്യം സൗഹാർദ്ദപരമായ മത്സരമാണ്. ഒരു പ്രശ്നം ഞങ്ങള് 3 പേരായിട്ടും ഡീലാണ്. ഇവരാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അത് വേറെ കാര്യം. ആ സമയത്ത് ഞങ്ങൾ ഇതും ചെയ്യും. അതും ചെറിയ പ്ലാൻ ഉണ്ട്. അതാണ് ഞാൻ ഡീൽ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ LDF മുക്ത ഇവരൊന്നാണല്ലോ, ഇന്ത്യ സഖ്യാണല്ലോ. പക്ഷെ വോട്ടർമാരല്ലേ തീരുമാനിക്കുന്നത് ആർക്കും. ഈ ഡീലൊക്കെ എന്തായി പറയുന്നത്? ഡീൽ ജനങ്ങളായിട്ടാണ് ഡീല്, വോട്ടേഴ്സായിട്ടാണ് ഡീല്. ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് ജനങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് സമ്മതിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ വോട്ടേഴ്സുമായിട്ടുള്ള ഡീലില് ഈ മണ്ഡലത്തിൽ ഇത്തവണ പറയുന്നത് എന്തൊക്കെയാണ്? നോക്കൂ, നമ്മൾ ഒരു കുറേ കാലങ്ങളായി ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഏതാണ്ട് കേരളത്തിൻ്റെ ബജറ്റിലേക്ക് നികുതി നൽകുന്നത് 45% എറണാകുളം ജില്ലയാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ഏറ്റവും പോയിന്റ് മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ എറണാകുളം അസംബ്ലി, അവിടെ എന്ത് വികസനമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF കൊണ്ടുവന്നതെന്ന് LDF പറയണം. ഒരു വികസനമില്ല. നോക്കൂ, അതിൻ്റെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, അതിപ്പോൾ നേവി ആയാലും പോർട്ടായാലും ഷിപ്പ്യാർഡ് ആയാലും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ആയാലും കൊയർ ബോർഡ്, സിഫ്നെറ്റ്, CMFRI, ESI ഹോസ്പിറ്റൽ, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ബാക്കിയാറുകൾ, പിന്നെ ക്രിസ്ത്യൻ സഭയുടെ ഇപ്പം ലൂർദ് ആയാലും ലിസിയായാലും കുറച്ച് ഹോസ്പിറ്റൽ, 2 റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 70 വർഷമായി, അത് ഇടതുവലത് സർക്കാർ ഭരിച്ചിട്ടും പൂർണ്ണമായി പരാജയപ്പെട്ടു. ഒന്നുമില്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ തൃക്കാക്കരയും മറ്റു ഭാഗങ്ങളിലുമാണ്. അപ്പോൾ ടൗൺ ഹാസ് ബീൻ ടോട്ടലി ഡ്രൈഡ്. അപ്പോൾ ആ വികസന വിരുദ്ധത, അത് ഈ പറയുന്ന കൊച്ചിൻ കോർപ്പറേഷൻ ഭരിച്ച ഇടതുവലത് മുന്നണികളും ഇവിടെ MLA ആയിരുന്ന എൻ്റെ സുഹൃത്തും ഇതെല്ലാം തീർച്ചയായും ഉത്തരവാദികളാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അദ്ദേഹത്തിന് ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എറണാകുളത്തെ ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ നിരവധിയായ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, ഏറ്റവും കാലപ്പഴക്കം കൊണ്ടും ഏറ്റവും ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡാണ്. അവിടെ പുതിയൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനും നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയാനും കഴിഞ്ഞു. 77 കോടി രൂപ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് എറണാകുളം ജനലാശുപത്രി തുടങ്ങി. ഇന്ത്യയിൽ ഒരു ജനലാശുപത്രി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള ഏക ആശുപത്രി ജനലാശുപത്രിയാണ്. പറയാ വടുതല ROB, അറ്റ്ലാന്റിസ് ROB, വടുതല പേരണ്ടൂർ പാലം, അങ്ങനെ നിരവധി എറണാകുളം മഹാരാജാസ് കോളേജ് സിന്തറ്റിക് ട്രാക്ക്, ഓക്കി ടർഫ്, ഇതെല്ലാം ഇല്ല സ്റ്റേഡിയം നമ്മുടെ പ്രശ്നം. നാളെ ഇന്ത്യ ഹോങ്കോങ് മാച്ച് നടക്കാനിരിക്കുക, എല്ലാം റെഡിയാണോ? ഞാൻ അത് മാച്ച് നടക്കുന്നതിന് അവർക്ക് ഇവിടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കാത്തതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നിയമനത്തിൽ നടത്തിയിട്ടുണ്ട്. എറണാകുളം എളമക്കര ഹയർ സെക്കൻഡറി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. പക്ഷേ യഥാർത്ഥ പൊതുവിൽ അങ്ങനെ വികസന പ്രശ്നങ്ങൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ഡീൽ എന്നൊക്കെ ചുറ്റിത്തിരിയും ചെയ്യുക, അത് ശരിയാണോ യഥാർത്ഥത്തിൽ? ഉണ്ടാകുന്നുള്ള ഒരു പരമാർത്ഥമല്ല. ഡീലിന്റെ ലക്ഷ്യം തരികയോ? ഏതാ ആ ഡീലിന്റെ ലക്ഷ്യം തരികയും അത് ഞങ്ങള് പരാജയപ്പെടുത്തുക എന്നുള്ള, ഞാൻ പറഞ്ഞില്ല കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കുക എന്നുള്ള. അപ്പൊ ഒന്നുമില്ലായ്മ ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, ആക്ച്വലി സത്യത്തിൽ വിനോദ് തന്നെ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവില്, മറിമായത്തിൽ അയാളുടെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. KSRTCക്ക് വേണ്ടിയിട്ട് 12 കോടി കേന്ദ്ര സർക്കാർ നൽകി, അത് ലാപ്സായി പോയി, പുതിയ DPR ഉണ്ടാക്കുമെന്ന്. അതുപോലെ തന്നെ കുറങ്കോട്ട് പാലം, അതിന് 8 കോടി നൽകി കേന്ദ്ര സർക്കാർ, അത് വീണ്ടും ലാപ്സായി പോയി. ഞാൻ വിനോദിന്റെ പേഴ്സണൽ പ്രശ്നമെന്നല്ല പറയുന്നത്, പക്ഷേ ഭരണകൂടം, അത് സംസ്ഥാന സർക്കാരായാലും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ആയാലും, ഇതെല്ലാം നിരന്തരമായി കേന്ദ്ര ഫണ്ട് ലാപ്സാക്കുന്നതിൽ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട വികസനങ്ങൾ, മാർക്കറ്റ്, അത് കേന്ദ്ര സർക്കാരിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് വന്നാണ്. വെള്ളക്കെട്ട് ഷുഹാസാണ് ചെയ്തത്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള 20 കോടി വന്നത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വേസ്റ്റ് മാനേജ്മെന്റ്, അതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ലീൻ സിറ്റി പദ്ധതികളുടെയും എല്ലാം പുറകിൽ കേന്ദ്ര സർക്കാരിന്റെ പണമുണ്ട്. അത് മറക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഫണ്ട് ലാപ്സായി പോയിട്ടുമുണ്ട്. ഇതും മറക്കരുത്. വിനോദ് തന്നെ ആ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് എന്നെ ഓർമ്മിച്ചത് ഞാൻ മറന്നിരിക്കുന്നു. KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ DPR ഉണ്ടാക്കി, അത് നമുക്കറിയാം കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനാണ് ഫണ്ട് അനുവദിക്കുന്നത്. സ്മാർട്ട് സിറ്റി മിഷൻ KSRTCക്ക് അനുവദിക്കുന്നതിന് പകരം അനുവദിച്ചത് മൊബിലിറ്റി ഹബിനാണ്. മൊബിലിറ്റി ഹബിന്റെ സ്ഥലത്ത് KSRTC സ്റ്റാൻഡ് പണിയും, KSRTCയുടെ സ്ഥലത്ത് മൊബിലിറ്റി ഹബ് സ്റ്റാൻഡ് പണിയണമെന്നുള്ളതായിരുന്നു പ്രോജക്റ്റിന്റെ ലക്ഷ്യം. 2 ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ഭൂമി കൈമാറ്റം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പ്രത്യേകിച്ച് KSRTC പോലുള്ള സ്ഥാപനത്തിന്റെ ഭൂമി പ്ലഡ്ജഡാണ്.
ബാങ്കിലാണ്. അപ്പോൾ സ്വാഭാവികമായും അത് പ്രായോഗികമായി നടത്തിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോഴാണ് സ്മാർട്ട് സിറ്റിയുടെ കാലാവധി കഴിഞ്ഞു പോയത്. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ സമീപിച്ചു. സംസ്ഥാന ഗവൺമെന്റ് 13 കോടി രൂപ പുതിയ ബസ് സ്റ്റാൻഡ് പണിയാൻ അനുവദിച്ചു. MLA ഫണ്ടും CSR ഫണ്ടും ഉൾപ്പെടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ്, ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ഇന്ന് മനോഹരമായ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റാൻഡ്. അതുകൊണ്ടാണ് പക്ഷേ ഈ ലേറ്റ് 2 വർഷം ആയത്. ഇത് KSRTC പ്ലഡ്ജഡ് ആണോ? ചേട്ടാ ഇന്നലെ ഇപ്പൊ ഈ FCRA ഈ ക്രൈസ്തവ സഭകളൊക്കെ വലിയ ആശങ്ക രേഖപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ആശങ്കപ്പെട്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമില്ല. ഒരു സുപ്രഭാതത്തിൽ ലോക്സഭ ബില്ല് അവതരിപ്പിക്കുന്നു, നടപ്പാക്കുന്നു, ഏകാധിപത്യമായ നിലപാടെടുക്കുന്നു. സ്വാഭാവികമായി അവർക്ക് ആശങ്ക ഉണ്ടാവും. ആശങ്ക പരിഹരിക്കാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും അതിനെ അവരെ പരിഹരിക്കണമെന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ആശങ്ക. പരിഹരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അത്ര ആശങ്കകളുണ്ടെന്ന്. കാരണം ഈ വിദേശ ഫണ്ടിന്റെ പിന്തുണയിലൊന്നുമല്ല ഈ ക്രൈസ്തവ സഭകൾ നിൽക്കുന്നത്. അതെല്ലാം അവരുടെ മേൽ അടിച്ചേക്കപ്പെട്ട ആരോപണമാണ്. സത്യത്തിൽ അവരെ കളിയാക്കുന്ന പോലെയാണ്. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്ക്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ യുവാക്കൾക്കും യുവതികൾക്കൊക്കെ വിദേശ ഫണ്ട് കിട്ടേണ്ട ഒരു ദാരിദ്ര്യാവസ്ഥ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഇത്തരം സഭകളെ കളിയാക്കുന്നത്. പറഞ്ഞു എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അല്ല, ഫണ്ട് വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ നമ്മൾ ഫണ്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സഭകളൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ട. ആവശ്യമില്ല. മലയാളികൾക്ക്, ക്രൈസ്തവർക്കായാലും മുസ്ലിംസുകാർക്കായാലും ഹിന്ദുക്കൾക്കായാലും ആർക്കും നമ്മളുടെ സ്വന്തം കാലുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റണം. എന്തിനാണ് ഈ വിദേശ ഫണ്ട്? നമ്മളൊക്കെ ഇപ്പോൾ എത്രയോ മുന്നേറി. നമ്മളൊക്കെ GDP-യിലൊക്കെ 3-ാം സ്ഥാനം 4-ാം സ്ഥാനത്തെത്തി. വലിയ ശക്തമായ സഭകൾക്ക് പിന്തുണയുണ്ട്. അവിടുത്തെ അൽമായ സഭകളും അവിടുത്തെ ആളുകളും എല്ലാം വലിയ നിലയിലാണ്. നമുക്ക് അങ്ങോട്ട് സഹായിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചേട്ടാ ഇന്നലെ എന്തായിരിക്കും പ്രധാനമന്ത്രി ശബരിമല ഒന്നും മിണ്ടാതെ പോയത്? ഞാൻ പ്രധാനമന്ത്രി ചോദിച്ചിട്ട് പറയാം. ചോദിച്ചിട്ട് പറയാം എന്തായിരിക്കും ഞങ്ങള് ആഷ്മിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മതം പറയണം, ജാതി പറയണം എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ വികസനമാണ് പറയുന്നത്. കേരളത്തിൽ ഞങ്ങൾ വികസനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളാണ് ആദ്യമായിട്ട് മാറാത്തത് മാറും എന്നുള്ള ഒരു പ്രകടന പത്രികയുമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ വികസനം മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞങ്ങൾ ചില മറുപടികൾ പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ വികസനത്തിൽ ഊന്നിയായിരിക്കും ഞങ്ങളുടെ എല്ലാ പ്രചരണവും. ഞങ്ങൾ എറണാകുളത്ത് ഇപ്പോൾ ഞങ്ങൾ നല്ല സൗഹൃദമാണ്. ഞങ്ങൾ വികസനത്തിൽ മാത്രമാണ് അന്യോന്യം തർക്കിച്ചിട്ടുള്ളതും. അല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ അജണ്ടയും ഇല്ല. ശബരിമല വിഷയം ചർച്ച ചെയ്യേണ്ടെന്നാണ് BJP തീരുമാനം തോന്നുന്നു. അല്ല, അവർ ചർച്ച ചെയ്യപ്പെടില്ല. ഞാൻ പറഞ്ഞത് ഡീലിന്റെ ഭാഗമാണ്. കാരണം ചർച്ച ചെയ്യപ്പെട്ടാൽ അത് കൂടുതൽ എഫക്ട് ചെയ്യുന്ന കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനാണ്. സ്വാഭാവികമായി അത് ചർച്ച ചെയ്യപ്പെടാതെ പോയാൽ ആ ഡീലിന്റെ ഭാഗമായിട്ട് അതിന് ഗുണം കിട്ടുമെന്നുള്ള അവരുടെ പ്രതീക്ഷ. ഞാനിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാം. കാരണം ഇപ്പോൾ കൊച്ചി നഗരം ക്ലീൻ സിറ്റിയായി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ട് ഔദാര്യമല്ല, CSR ഫണ്ടാണ്. അതായത് പെട്രോളിയം കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് അവർ CSR ഫണ്ടായി തരുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ച് വിവിധങ്ങളായ പ്രദേശങ്ങൾ, അത് ഗുജറാത്തിൽ കൊണ്ട് ചെയ്യാനല്ല, നമ്മുടെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന BPCLന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട എന്താ തെറ്റ്? അപ്പം അതൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടല്ല. ഒരു കമ്പനി നടത്തി അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം അവർ CSR ഫണ്ട് ഉപയോഗിക്കുക. മുത്തുമില്ലാതെ തെരഞ്ഞെടുപ്പ് മുത്തുമില്ലാതെ ഞാൻ വിളിച്ചു വരുത്തി ഇവിടെ കാണാൻ. നമ്മുടെ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. പക്ഷെ ഇപ്പോഴും ഈ ജാതി മത സാമുദായിക സമവാക്യങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് കേൾക്കുന്നതിലും പറയുന്നതിലും നമുക്ക് തന്നെ ഒരു ലേശം ഉൾപ്പുണ്ടാവുന്നുണ്ട് അല്ലേ? ഞങ്ങൾക്കൊട്ടും ആവശ്യമില്ല. കാരണം ഞങ്ങൾ അത്തരത്തിലല്ലോ നിശ്ചയിച്ചേക്കണേ. മിനിമം എറണാകുളത്തെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ലോ നിശ്ചയിച്ചേക്കണേ. അതെങ്കിലും സംഘടിക്കണം. ഞാൻ കഴിഞ്ഞ 3 ടൈമായി ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സമവാക്യത്തിന്റെ ആവശ്യമില്ല. അവരെ വെറുതെ വിടുക. അവരവരുടേതായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.